പെട്ടെന്നൊരു മന്തി കഴിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മന്തീൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ആദ്യമായിട്ട് ചിക്കന് പാത്രത്തിലേക്ക് ഇടാം. ചിക്കനിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 മാഗി ക്യൂബും 2 പട്ടയും കറാമ്പും കൂടി ചേർത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി നന്നായി ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് വെക്കാം. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഇങ്ങനെ പൊത്തി വെക്കാം. ഇവിടെ നമ്മൾ അരമണിക്കൂറായിട്ട് മന്തി റൈസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഒരു പട്ടയും ഒരു കറാമ്പും അതേപോലെ കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇത് നന്നായി തിളക്കുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം. അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് വേവിച്ച് വെച്ചാൽ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇതൊക്കെ മാറ്റാം. അപ്പോൾ ഒരു കുക്കറിൽ ഈ ചിക്കൻ്റെ മസാലയും ചിക്കനും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ പകുതി വേവിച്ച് വെച്ച ഈ മന്തി റൈസ് ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഫുള്ളും നമുക്കതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളൊന്ന് സെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് ഒരു 3-4 പച്ചമുളക് അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി വെക്കാം. അത് കഴിഞ്ഞ് കുക്കർ മൂടിയിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ മാത്രം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു മന്തി കഴിക്കണം എന്ന് തോന്നിയാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇത്. അതിന് മുകളിൽ കുറച്ച് കുരുമുളകും കൂടി ഇടണം. അത് ഞാൻ മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചിക്കനെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒറ്റ വിസിലുകൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്.